അങ്ങനെ ഓണം വന്ന് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ അടുക്കളയിലോട്ട് തന്നെ ഞാൻ കയറുന്നുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ കുടിച്ചത് ആ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ആദ്യമേ തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ശുദ്ധവായുവൊക്കെ കയറട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ആ കുപ്പി കണ്ടിട്ട് നിങ്ങൾ കരുതണ്ട ഇത് ഓണത്തിന് ആഘോഷിച്ചതാണെന്ന് അല്ല കേട്ടോ. ഞാനൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുപ്പിയാണ് അത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇന്നലെ ആ ചോറ് ഞാൻ റൈസ് കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് മാറ്റിയിട്ട് ബാക്കി അങ്ങ് തിളപ്പിക്കാൻ വേണ്ടി നേരെ മാറ്റിയ ചോറ് എന്തിനാന്ന് ഞാൻ വഴികാല പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുട്ട വെക്കുന്നത് നമ്മുടെ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുട്ടക്കറിയും അപ്പോൾ ആക്കാന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പം ഞാൻ നേരെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ന് ഒരു ഈസി മുട്ടക്കറി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിനിടയ്ക്ക് ഞാൻ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക് എടുത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് വെക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് നേരെ നമുക്കൊരു കുക്കറി കയറ്റാം. ഇന്ന് കുക്കർ ഉള്ളിക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഈ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മ പറഞ്ഞു തന്നത് അതാണ് കേട്ടോ, ഈസി ആയിട്ട് എങ്ങനെ ഉള്ളിക്കറി വെക്കാം എന്നത്. ഞാൻ നേരെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3-4 പ്രാവശ്യം ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കണം. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. പിന്നെ ഈ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറൊക്കെ അടയ്ക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ വിസിലൊക്കെ മേലോട്ട് കുക്കറിൻ്റെ അടപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പണി വാങ്ങിക്കല്ലേ മക്കളെ. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കോവയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അതുകൊണ്ട് അതൊക്കെ അരിഞ്ഞിട്ട് ഞാൻ നേരെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും കാണിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ ഈ തേങ്ങ പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ചോറ് മാറ്റി വെക്കാൻ പറഞ്ഞത് അത് നമുക്ക് രാവിലെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, രാവിലെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചോറും അതുപോലെ പച്ചരിയും പിന്നെ തേങ്ങയും ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയും ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ ചുട്ടെടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തെ നമ്മുടെ കുക്കറൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 5-6 വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി. ഇനി ആ ഉള്ളി ഒരു പാത്രത്തിലോട്ട് നമ്മൾ തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. 4-5 വിസിലൊക്കെ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി. അതുകൊണ്ട് നല്ല ഉള്ളി നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴുകിയിട്ട് പിന്നെ നേരെ ഞാൻ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ അപ്പം ചുടലിലോട്ട് തിരിഞ്ഞത്. അപ്പോൾ ഒക്കെ ചുട്ട് ഏട്ടൻ അപ്പുറത്ത് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ കട്ടൻ ചായയാണ് ഇട്ട് കുടിച്ചത്. അപ്പം ഞാൻ കട്ടൻ ചായയും കുടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട്. പിന്നെ ഈ സമയത്ത് ഞാൻ മെഴുക്കോട്ടയ്ക്ക് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു കോവയ്ക്ക. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോഴത്തേന് ഏട്ടൻ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ